ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നമ്മൾ ചൈനയിലെത്തിയിരിക്കുകയാണ്. മെൽബണിലെ ഒരു ചൈനീസ് ടെമ്പിളിലെത്തിയിരിക്കുകയാണ്. മെൽബൺ സിറ്റിയുടെ അടുത്തുള്ള ഫുട്സ്ക്രേ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. സിറ്റിയുടെ അടുത്ത് ഏറ്റവും വലിയൊരു യുണീക്ക് ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഹെവൻലി ക്വീൻ ടെമ്പിൾ. മെൽബൺ സിറ്റിയുടെ തിരക്കുകൾക്കപ്പുറം മാരിബേണോങ് നദിയുടെ തീരത്താണ് അത്രമേൽ പീസ്ഫുള്ളായ യുണീക്കായ ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഈസ്റ്റേൺ കൾച്ചറിൻ്റെ ബ്യൂട്ടിയും ഡെപ്തും അത്രമേൽ ഫീൽ ചെയ്യുന്ന ഈ ഇടം ഓസ്ട്രേലിയയിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ചൈനീസ് ടെമ്പിളാണ്. ഈ ക്ഷേത്രം 1990s മെൽബണിലെ ഫുജിയൻ കമ്മ്യൂണിറ്റിയുടെ സഹായത്തോടെ ഡിസൈൻ ചെയ്ത് പണി ആരംഭിച്ചതാണ്. വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ 2015 പൂർണ്ണ രൂപത്തിൽ ഡിവോട്ടീസിനായി ഇത് തുറന്നു കൊടുത്തത്. ഇവിടുത്തെ ഇൻട്രിക്കേറ്റ് റൂഫ് കാർവിങ്സ്, ഡ്രാഗൺസ്, ഫീനിക്സസ്, ഗാർഡിയൻ സ്റ്റാച്യൂസ് എല്ലാം ചൈനീസ് ടെമ്പിൾ ആർട്ടിലെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ആൻഡ് അതൊക്കെ സിംപ്ലൈസ് ചെയ്യുന്നത് പ്രൊട്ടക്ഷൻ, പ്രോസ്പെരിറ്റി ആൻഡ് സ്പിരിച്വൽ പവേഴ്സ് എന്നിവയാണ്. ഈ ക്ഷേത്രത്തിൽ ത്രൂ ഔട്ട് കാണുന്ന മ്യൂറൽസും കാലിഗ്രാഫിയും ഡവോയിസ്റ്റ് ഫിലോസഫീനെ ബേസ് ചെയ്താണ് കേട്ടോ. ഇവിടെ എത്തുന്ന വിസിറ്റേഴ്സിന് ആ ഒരു ഒത്തൻറ്റിക് ചൈനീസ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ അറ്റ്മോസ്ഫിയർ ഇവിടെ എന്തായാലും ഫീൽ ചെയ്യും. ഈ ക്ഷേത്രം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് കടലിൻ്റെയും നാവികരുടെയും കാവൽ ദേവതയായ മാത്സുവിനാണ്. 10ാം നൂറ്റാണ്ടിൽ ചൈനയിലെ ഫുജിയൻ റീജിയനിൽ ജീവിച്ചിരുന്ന ലിൻമോ എന്ന പെൺകുട്ടി പ്രകൃതിക്ഷോഭങ്ങളെ മുൻകൂട്ടി അറിയാനും കടലിൽ കുടുങ്ങിയവരെ രക്ഷിക്കാനും അസാധാരണമായൊരു സിദ്ധി പ്രകടിപ്പിച്ചിരുന്നു. ഫോട്ടോഗ്രാഫിക് മെമ്മറിയും പാവപ്പെട്ടവരെയും അസുഖബാധിതരെയും സുഖപ്പെടുത്താനുള്ള കഴിവുകളുകൊണ്ടും ലിൻമോ ഒരു അത്ഭുത കുട്ടിയായി അറിയപ്പെട്ടു. മരണശേഷം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഏവർക്കും അനുഗ്രഹം നൽകാനായിട്ട് അവളൊരു സ്വർഗീയ രാജ്ഞിയായി മാറി എന്നാണ് വിശ്വാസം. ലിൻമോയുടെ ജീവിതകഥകൾ ഇവിടെ പലയിടത്തുമായി എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടുത്തെ നിറങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രധാനമായും ചുവപ്പും സ്വർണ്ണ നിറവുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ചുവപ്പ് എന്നത് ചൈനീസ് സംസ്കാരത്തിൽ ഭാഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകമാണ്. സ്വർണം ഐശ്വര്യത്തെയും പരിശുദ്ധിയെയും സൂചിപ്പിക്കുന്നു. പച്ചയും നീലയും കലർന്ന ക്വിങ് എന്ന കളർ ചൈനീസ് സംസ്കാരത്തിൽ പൊതുജീവൻ, വളർച്ച, ആരോഗ്യം, ശാന്തി എന്നിവയെ സൂചിപ്പിക്കുന്നു. ആകാശത്തെയും സമുദ്രത്തെയും എല്ലാം പ്രതീകപ്പെടുത്തുന്നതുകൊണ്ട് ഇത് മനസ്സിന് കുളിർമയും ശാന്തിയും നൽകുന്ന കളറായിട്ടാണ് കാണുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര നീലയും പച്ചയും ഇടകലർത്തി ചെയ്തിരിക്കുന്നത് അത് സ്വർഗത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ക്ഷേത്രത്തിൻ്റെ ഓരോ തൂണിലും മേൽക്കൂരയിലും പതിപ്പിച്ചിരിക്കുന്ന കൊത്തുപണികൾ ചൈനീസ് വാസ്തുവിദ്യയുടെ പാരമ്പര്യത്തെ വിളിച്ചോതുന്നതാണ്. പഴയകാല ചൈനീസ് കൊട്ടാരങ്ങളുടെ അതേ രീതിയിലാണ് ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ മുതൽ എങ്ങും ചന്ദനത്തിരിയുടെ സുഗന്ധമാണ് കേട്ടോ. ഓരോ തിരിയും ഓരോ പ്രാർത്ഥനയാണ്. കത്തിക്കുന്ന ചന്ദനത്തിരികളിൽ നിന്ന് ഉയരുന്ന പുക വിശ്വാസികളുടെ പ്രാർത്ഥനകളെ സ്വർഗത്തിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്നു എന്നാണ് വിശ്വാസം. തൊട്ടടുത്ത് വിരിഞ്ഞു നിൽക്കുന്ന സക്കൂറ പൂക്കൾ ഓർമ്മിപ്പിക്കുന്നത് ലൈഫ് ടെമ്പററി ആൻഡ് എവർ ചേഞ്ചിങ് ആണെന്നുള്ളതാണ്. ഓരോ പൂവും കൊഴിയുന്നതുപോലെ പഴയതിനെ ഉപേക്ഷിച്ച് പുതിയ തുടക്കങ്ങൾക്ക് നമ്മൾ തയ്യാറെടുക്കണം എന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ എത്തുന്ന പ്രധാന ഭക്തർ വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം, കുടുംബത്തിൽ സമാധാനം ഇങ്ങനെ എന്തും ആഗ്രഹിച്ചെത്തുന്നവരാണ്. ചൈനീസ് പാരമ്പര്യമുള്ളവർ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ഒരു സ്പിരിച്വൽ പീസ് തേടി ഇവിടെ എത്തുന്നുണ്ട്.
ഭക്തർ നടത്തുന്ന ഓരോ ആചാരവും മുഴങ്ങുന്ന മണിനാദവും എല്ലാം ചേർന്ന് ഒരു പ്രത്യേകതരം എനർജി ഇവിടെ ഉണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഡവോസം എന്ന ഏൻഷ്യൻ ചൈനീസ് ഫിലോസഫിയാണ്. ഡവോസം എന്ന് പറഞ്ഞാൽ പ്യുവർലി ഒരു റിലീജിയസ് ഫെയ്ത്ത് അല്ല, ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ്. ഡവോയിസത്തിൻ്റെ മുഖ്യ ലക്ഷ്യം യൂണിവേഴ്സിൻ്റെ നാച്ചുറൽ ഫ്ലോയിനൊപ്പം ജീവിക്കുക എന്നതാണ്. വൂവെ എന്നത് ഡവോയിസമിലെ ഒരു പ്രധാന സിദ്ധാന്തമാണ്. എഫേർട്ട്ലെസ് ആക്ഷൻ എന്നാണ് ഇതിനർത്ഥം. പ്രകൃതിയോട് ചേർന്ന് കുറച്ച് ഈസിയായി എഫേർട്ട്ലെസ്സായി ജീവിക്കുക. അതിനിവർ പറയുന്ന ഒരു മെയിൻ എക്സാമ്പിൾ, ഒരു നദി ഒഴുകുമ്പോൾ പാറ കണ്ടാൽ അതിനെ പിളർക്കാനോ തള്ളി മാറ്റാനോ ശ്രമിക്കാതെ വഴി മാറി ഒഴുകുന്നതാണ്. കാലക്രമേണ ആ പാറയും മിനുസപ്പെട്ട് മാറി വരും. നമുക്കെല്ലാം പരിചിതമായ യിൻയാങ് ഡവോസം വിശ്വാസത്തിലെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. ഇത് ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങളുടെ ബാലൻസിനെ കാണിക്കുന്നു. ലൈറ്റ് ആൻഡ് ഡാർക്ക്, ഹോട്ട് ആൻഡ് കോൾഡ്, മെയിൽ ആൻഡ് ഫീമെയിൽ ഇവ കണക്റ്റഡ് ആയിരിക്കുന്നു എന്നുള്ളതും അതേപോലെ പ്രകൃതിയിലെ ഇക്വിലിബ്രിയം നിലനിർത്താൻ സഹായിക്കുന്നു എന്നുള്ളതുമാണ് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 3 ട്രഷേഴ്സ് എന്ന് പറയുന്ന കമ്പാഷൻ, മോഡറേഷൻ, ഹ്യൂമിലിറ്റി നമ്മുടെ ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാനും ഡവോയിസം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് പുറമെ മെഡിറ്റേഷൻ, മൈൻഡിനും ബോഡിക്കും ബാലൻസ് നൽകുന്ന എക്സസൈസസ്, മാർഷ്യൽ ആർട്സ് എല്ലാം ഇവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇതൊരു ആരാധനാലയമായിട്ട് മാത്രമല്ല, ഒരു കൾച്ചറൽ സെൻറ്റർ കൂടിയായിട്ടാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ചൈനീസ് ഭാഷാ ക്ലാസ്സുകൾ, മെഡിറ്റേഷൻ സെഷൻസ്, മാർഷൽ ആർട്ട് ട്രെയിനിങ്സ് ഒക്കെ ഇവിടെ നടക്കാറുണ്ട്. ജാതിമത ഭേദമന്യേ ആളുകൾ ഇതൊക്കെ പഠിക്കാനായി ഇവിടെ എത്താറുമുണ്ട്. അറിയാനും പറയാനും ആണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട്. എനിവേസ്, ഈ ക്ഷേത്രം മൺഡേ ടു ഫ്രൈഡേ 9:30 to 3:30 വീക്കെൻഡ്സിൽ 9:30 to 4 ഓപ്പൺ. ഒരുപാട് ആൾക്കാർക്ക് ദിസ് ഈസ് എ പ്ലേസ് ടു പ്രേ ഫോർ സേഫ്റ്റി, പീസ്, ഗുഡ് ഫോർച്യൂൺ, അതേപോലെ ലൈഫിൽ വലിയ ചേഞ്ചസ് അല്ലെങ്കിൽ യാത്രകളൊക്കെ തുടങ്ങുന്ന മുന്നേ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്നൊരു ഇടമാണ്. ഇനി നിങ്ങൾ റിലീജിയസ് ആയ ഒരാളല്ലെങ്കിലും ദിസ് പ്ലേസ് ഈസ് വർത്ത് വിസിറ്റിംഗ് ഫോർ ഇറ്റ്സ് കൾച്ചർ, ആർക്കിടെക്ചർ ആൻഡ് കാം അറ്റ്മോസ്ഫിയർ.